ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാർ ദേവമംഗലത്തേക്ക് വരുന്ന കാണുന്ന ഗോമതി പേടിച്ച് പറിച്ച് മിത്രയുടെ മിനുവിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. എന്താ കാര്യമെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. പ്രശ്നമൊക്കെ പതിയെ പറയാം എന്ന് പറയാണ്. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ നമ്മുടെ ബാലനും ആനന്ദും രാമേട്ടനുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്ന് സാധനം മേടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പരിചയത്തിലുള്ള ഒരാൾ കടയിലേക്ക് വരിക. മുകുന്ദൻ എന്നാണ് അയാളുടെ പേര്. അല്ല ബാലേട്ടാ, ഇതേ ഇന്ദ്ര സ്റ്റോഴ്സുകാർ ഗോമതി സ്റ്റോറിനെ പൊട്ടിക്കാൻ വേണ്ടി പല നമ്പറുകളും ഇറക്കുന്നുണ്ട്. അച്യുതവർമ്മ എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. അയാൾക്ക് പരിചയമുള്ളവരെയൊക്കെ നേരിട്ട് വിളിച്ച് പല ഓഫറുകളും നൽകുന്നുണ്ട്. ദേ ഒരുപാട് പേര് ഇന്ദ്ര സ്റ്റോഴ്സിലേക്ക് ഇപ്പം പോകുന്നുമുണ്ട്. ബാലേട്ടനും എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ കട പൂട്ടേണ്ടി വരും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, അവരെന്ത് വേണേലും ചെയ്തോട്ടെ. ഈ ബാലൻ ഇന്നേ വരെ ആരും പറ്റിച്ചോ ബുദ്ധിമുട്ടിച്ചോ ജീവിച്ചിട്ടില്ല. ഇനിയും തുടർന്ന് അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ഒരു സത്യസന്ധതയുണ്ട്. ആ രീതിയിലേ ഞാൻ കച്ചവടം ചെയ്യൂ എന്ന് പറയാം. എൻ്റെ ബാലേട്ടാ, പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം രാമേട്ടൻ പറയും, ബാല അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ ആനന്ദും പറയും, അതെ അച്ഛാ, നമ്മളും പുതിയ എന്തെങ്കിലുമൊക്കെ പരസ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇനി കട മുന്നോട്ട് പോവുള്ളൂ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളും ഓഫറുകൾ കൊടുക്കണം എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബാലൻ്റെ മരണശേഷം മതി, എൻ്റെ മക്കൾ തന്നെ ചെയ്തോ. പക്ഷെ ബാലൻ ജീവിച്ചിരിക്കുമ്പം ഇങ്ങനെയുള്ള തട്ടിപ്പിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയാം. ബാല, നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? എന്തെങ്കിലും പറയുമ്പം നിനക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനേ അറിയത്തുള്ളൂ. അവൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കാലം മാറുന്നതനുസരിച്ച് കച്ചവടത്തിൽ നമ്മളും മാറ്റം വരുത്തണം. അതിലിത്ര തെറ്റെന്താ? അവനാ പറഞ്ഞതിന് നീ ഈ പറഞ്ഞ മറുപടി ഒട്ടും ശരിയായില്ല ബാല. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി. അതിന് ഈ മരിക്കുന്ന കാര്യമൊക്കെ എന്തിനാ എടുത്തിടുന്നത് എന്ന് ചോദിക്കാം. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ മാനസികാവസ്ഥ. ദേവിയുടെ പ്രശ്നവും ധർമ്മം കട തുടങ്ങിയതും എല്ലാം കൂടി വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. എന്നും കരുതി എതിരെ നിൽക്കുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ നിനക്ക് സമാധാനം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ഗോമതി സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ ബാലൻ ഇതെന്താ എന്നുള്ള രീതിയിൽ നോക്കുക. ബാലൻ മാത്രമല്ല, ആനന്ദും രാമേട്ടനും ഒക്കെ. അപ്പം നമ്മൾ കള്ളയൊപ്പിട്ട് കൊടുത്ത ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, ഉദയഭാനുവിനും ശ്രീകലയെ സഹായിച്ച അവരാണ് കേട്ടോ ഗോമതി സ്റ്റോറിലേക്ക് കയറി വരുന്നത്. ഈ ബാലൻ ആരാ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും, ഞാനാ, ഇതെൻ്റെ മകൻ ആനന്ദ്, ഇത് ഇവിടുത്തെ സ്റ്റാഫാ രാമേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. ഓ, ഇതാണല്ലേ ആനന്ദ്, അച്ഛനും മോനും ഒറ്റ കെട്ടാണല്ലേ എന്ന് ചോദിക്കുക. ഒരു ആര്യനും ആകാശും അവരൊക്കെ എവിടെ എന്ന് ചോദിക്കുക. അവരൊക്കെ ഡീലറെ കാണാനായിട്ടും ബാങ്കിലും ഒക്കെ ഓരോ അത്യാവശ്യത്തിനായിട്ട് പോയിരിക്കുക എന്ന് ബാലൻ മറുപടി പറയും. എന്നാൽ തൽക്കാലം ഇവിടെയുള്ള അച്ഛനെയും മോനെയും കസ്റ്റഡിയിൽ എടുക്കാം, അതിനുശേഷം ബാക്കിയുള്ളവരെയും കസ്റ്റഡിയിൽ എടുത്താൽ മതിയല്ലോ എന്ന് ആ സ്ത്രീ അവിടെ നിന്ന് പറയണം കേട്ടോ. ഇതേ സമയം ദേവമംഗലത്താണെങ്കിൽ CI നേരിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം CI അവരുടെ പരാതിയൊക്കെ ഇങ്ങനെ വായിക്കുക. അതിനുശേഷം ഗോമതിയോട് ചോദിക്കും, നിങ്ങളുടെ മരുമകൾ ശ്രീദേവി അവരിപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല സാറേ എന്ന് ഗോമതി പറയാം. പിന്നെ ഇവിടെ പോയി അവളുടെ വീട്ടില എന്ന് പറയാണ്. വീണ്ടും പരാതി എടുത്ത് അവർ വായിച്ചു നോക്കുക. ആ കുട്ടി താമസിക്കേണ്ടത് ഈ വീട്ടിലല്ലേ, പിന്നെന്താ ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കാം. അപ്പം എന്തു മറുപടി പറയണമെന്നറിയാതെ ഗോമതി മിത്രേനെ അനുവിനെ നോക്കുക. ഇവിടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സാറേ, അതിൻ്റെ ദേഷ്യത്തിൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് ഗോമതി പറയും. എന്ത് പ്രശ്നം എന്ന് വീണ്ടും ചോദിക്കാം. ചോദിച്ചത് കേട്ടില്ലേ, എന്ത് പ്രശ്നമാ ഇവിടെ ഉണ്ടായതെന്ന്? അത് പിന്നെ എന്ന് പറഞ്ഞ് ഗോമതി തപ്പിത്തടയും. പെട്ടെന്ന് CI പറയും, മനസ്സിലാകുന്നുണ്ട്, ഞാൻ സംശയിച്ചതൊക്കെ ശരിയാ. എന്താ സാറേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. ആ പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടത്. ദ്രോഹോ? ഞങ്ങളോ എന്ന് ഗോമതി അപ്പം ചോദിക്കും. ദേവിയോടോ? മേഡം എന്തൊക്കെയാ ഈ പറയുന്നേ? അതെ, ദേവിയോട് തന്നെ എന്ന് പറയാം. പെട്ടെന്ന് മിത്രയും അനുവും പരസ്പരം നോക്കുവാണ്, ഇവരിത് എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ. എന്ത് മറുപടി പറയണമെന്നറിയാതെ ഗോമതി നിൽക്കുക. സമയത്ത് ഭക്ഷണം കൊടുത്തില്ല, വീട്ടുജോലികളും മുഴുവനും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ചെറിയ കാര്യത്തിന് അപമാനിച്ചു, ഉപദ്രവിച്ചു എന്ന് അവർ വായിക്കുകയാണ്. എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചു. അവസാനം സഹിക്കാൻ പറ്റാതായപ്പം വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതല്ലേ സംഭവിച്ചത്? അയ്യോ, ഇങ്ങനൊന്നും അല്ല എന്ന് ഗോമതി പറയാണ്. ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞ വീട്ടിലെ പ്രശ്നം എന്ന് ചോദിക്കുക. ഇതൊന്നും സത്യമല്ല സാറേ, ഇത് മുഴുവനും കള്ളവാ, ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല.
പിന്നെ എന്താ നടന്നത് എന്ന് ചോദിക്കുക. ഞങ്ങളല്ല അവളെ ചതിച്ചത്, അവളും അവളുടെ വീട്ടുകാരും ഞങ്ങളെയാ ചതിച്ചത് എന്ന് ഗോമതി പറയാണ്. കള്ളം പറഞ്ഞും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ഒക്കെയാ ഈ കല്യാണം പോലും അവർ നടത്തിയത് എന്ന് ഗോമതി പറയാ. ആഹാ, അവര് നിങ്ങളെ ചതിച്ചു, അതുകൊണ്ട് ആ പെൺകുട്ടിയെ നിങ്ങൾ അങ്ങ് ഉപദ്രവിച്ചു, ഇപ്പൊ കുറ്റം അവരുടേതായല്ലേ, കൊള്ളാം എന്ന് പറയണേ. അയ്യോ അങ്ങനെയല്ല സാറേ, ഞങ്ങൾ ആരും ദേവിയെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അവര് പരാതി കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പൊ തിരിച്ച് അവരെ പ്രതിയാക്കാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ നടത്തുന്നത്? അയ്യോ സാറേ, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾ ആരോടും പരാതി പറയാനൊന്നും പോയിട്ടില്ല സാറേ, ഞങ്ങൾ ഒരു കേസും കൊടുത്തിട്ടില്ല. എന്നിട്ടും ദേ മതി, ഇനി അഭിനയൊന്നും വേണ്ട എന്ന് ആ പോലീസുകാരി അപ്പൊ പറയാണ്. എല്ലാം മനസ്സിലാകുന്നുണ്ട്, മര്യാദയ്ക്ക് വന്നു എൻ്റെ കൂടെ. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. മരുമകളെ സ്വന്തം മകളെ പോലെ നോക്കിയത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവളും വീട്ടുകാരും ഞങ്ങളെ ചതിച്ചു. ഇതൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നതാ. ഈ കഥയൊക്കെ കേട്ട് കേട്ട് എൻ്റെ ചെവി തഴമ്പിച്ചു. ആ നമ്പറൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറയാ. അപ്പൊ മിത്ര അടുത്തേക്ക് വരിക. മേഡം, അപ്പച്ചി അങ്ങനെയുള്ള ഒരാളല്ല, ദേവി എടുത്തിയ സ്വന്തം മോളെ പോലെ തന്നെയാ നോക്കിയത്. കേട്ടോ മേഡം അവള് പറഞ്ഞത്? ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ആരുടെ ഭാര്യ എന്നപ്പോ സി ഐ ചോദിക്കും. ആര്യന്റെ? ഇവളാരാ എന്നപ്പോ അനുവിനെ നോക്കി ചോദിക്കും. ഇത് അനുശ്രീ, അപ്പച്ചിയുടെ മോളാ എന്ന് പറയും. ഓ, അപ്പൊ അനുശ്രീ പറയും, മേഡം ഇല്ല മേഡം, ഞങ്ങള് ദേവി എടുത്തിയ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ കണ്ടത്, ഇവിടെ ആരും ചേച്ചി ഉപദ്രവിച്ചിട്ടില്ല, ഇതൊക്കെ കള്ളക്കേസാ എന്ന് അനുശ്രീയും പറയും. മോളെപ്പോഴും അമ്മയ്ക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുള്ളൂ. ചില മരുമക്കള് അമ്മായിമ്മമാര് മറ്റുള്ള എന്ത് ദ്രോഹം ചെയ്താലും മറ്റുള്ളവരോട് അവരെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുള്ളൂ. അതാ ഇവിടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാ ദേവി ഇവിടുന്ന് പറഞ്ഞയച്ചത്. അല്ല മേഡം, ഏടത്തി ആരും പറഞ്ഞയച്ചതൊന്നും അല്ല, നിന്റെ അമ്മ തന്നെയാണ് പോകാൻ പറഞ്ഞതെന്ന് ഇപ്പം ഇവർ തന്നെ പറഞ്ഞല്ലോ എന്ന് അനുശ്രീയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുക. അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ സാറേ, അല്ലാതെ അവളുടെ ജീവിതം നശിപ്പിക്കാനൊന്നും അല്ല. കേസാകുമ്പം എല്ലാ സ്ത്രീ പീഡനക്കാരും ഇങ്ങനെ തന്നെ പറയാറുള്ളത്. സ്വന്തം മോളെ പോലെ നോക്കിയത് ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഉപദ്രവിച്ചിട്ടില്ല. ഇങ്ങനെ പല കള്ളക്കണ്ണീരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ ഒരു പെണ്ണും ഇങ്ങനെ പീഡനം അനുഭവിക്കാൻ ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറയാണ്. മേഡം ഇല്ല മേഡം, ബാക്കിയെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാ. അയ്യോ സ്റ്റേഷനിലേക്കോ? സാർ എന്തൊക്കെയായി പറയുന്നത് എന്ന് കോമതി അപ്പ ചെതിക്കാം. എല്ലാവരും ഞങ്ങളോടൊപ്പം വരണം സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല എന്ന് ഗോമതി പറയും. നിങ്ങൾ സ്റ്റേഷനിലേക്കൊന്ന് വരുമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വന്നതല്ല ഞാൻ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീയൊക്കെ കാണും എന്ന് പറയാം. അനുശ്രീ പപ്പ പറയും, മേഡം ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കണം, ഞങ്ങൾ ആരും ദേവിയടുത്ത് ഉപദ്രവിച്ചിട്ടില്ല, പറയാനുള്ളതൊക്കെ ഇനി സ്റ്റേഷനിൽ വന്നിട്ട് പറയാം, ഇപ്പം മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം, എനിക്ക് ബാലേട്ടനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗോമതി ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പച്ചി അപ്പച്ചി എന്താ ഈ ചെയ്യുന്നത് എന്ന് അപ്പം മിത്ര ചോദിക്കുക. അതുകൂടി കാണുമ്പം സി ഐക്ക് നല്ല ദേഷ്യം വരിക. അതെ മേഡം, അമ്മ അച്ഛനോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് സി ഐ ഗോമതിയുടെ അടുത്തേക്ക് ചെന്ന് ഫോൺ തട്ടിപ്പടിച്ച് മേടിക്കുക. ഇപ്പം ആരെയും വിളിക്കണ്ട സാറേ, എനിക്ക് ബാലേട്ടനോട് ഒന്ന് പറയണം, സ്റ്റേഷനിൽ എത്തിയിട്ട് സംസാരിക്കാം, നിങ്ങളുടെ ഭർത്താവും മക്കളും ഒക്കെ അവിടെ വരും, എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉയ്യോ എന്തൊക്കെയാ മേഡം ഈ പറയുന്നത്? ബാലേട്ടനും മക്കളും പരാതി നിങ്ങൾക്കെതിരെ മാത്രമല്ല, വീട്ടിലെ എല്ലാവരുടെയും എതിർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഈ കേസിലെ പ്രതികളാ എന്ന് പറയാം. അത് കേൾക്കുന്ന അനുശ്രീ മിത്രയൊക്കെ ഭയപ്പെട്ടു പോവാ. അപ്പൊ അച്ഛനും ആനന്ദേട്ടനും എല്ലാവർക്കും എതിരെയാ പരാതി എന്ന് സി ഐ പറയാ. അവിടെ അവരെ കൊണ്ടുവരാൻ ഞങ്ങളുടെ മറ്റൊരു ടീം പോയിട്ടുണ്ട്, അവരും ഇപ്പം സ്റ്റേഷനിൽ എത്തും. സാറേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് കോമതി പറയാ. മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറ്, അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പ്രായത്തെ മാനിച്ചുകൊണ്ടാ ഇത്രയും മാന്യതയോടു കൂടി ഞാൻ സംസാരിച്ചത് എന്ന് പറയാ. ഇവരെ പിടിച്ച ജീപ്പ് കയറ്റ് എന്ന് കൂടെ വന്ന കോൺസ്റ്റബിൾസിനോട് പറയാ. വേണ്ട വേണ്ട സാറേ എന്ന് പറഞ്ഞ കോമതി കരയാണ്. അപ്പൊ മീനും മിത്രയ്ക്കും ഒക്കെ നല്ല ഭയമുണ്ട്. ഇതേ സമയം ഗോമതി സ്റ്റോറിലേക്ക് പോയിട്ടുള്ള പോലീസുകാരെല്ലാം ബാലനോടും നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ശ്രീദേവിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന അന്നു മുതൽ നിങ്ങൾ അവളെ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് പരാതി, ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാലനും ആനന്ദും ഞെട്ടിത്തരിച്ച് നിൽക്കുക. ശ്രീധരൻ കിട്ടിയത് പോരാ, ഭംഗി കുറവാണ്, മോഡേൺ അല്ലെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് അവളെ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർത്തി,
ആ വീട്ടിലെ സകല ജോലികളും ആ പാവം പെൺകുട്ടിയെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചത് മുഴുവനും. ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്നാല് അവള് നിങ്ങൾ തൊഴിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. എന്ത് ഉപദ്രവിക്കോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ എന്ന് ബാലൻ ചോദിക്കാം. നിങ്ങൾ ആരും അവളുടെ മുഖത്ത് നോക്കുകയോ മര്യാദയ്ക്ക് വർത്താനം പറയുകയോ ഒന്നും ചെയ്യാറില്ലായിരുന്നല്ലോ. ആ കുട്ടിയെ എത്രയൊക്കെ ഉപദ്രവിക്കാവോ അത്രയൊക്കെ ഉപദ്രവിച്ചു. നിങ്ങൾ അവളുടെ അച്ഛനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എപ്പോഴും ആക്ഷേപം കലർന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ആനന്ദ് ഞെട്ടി നിൽക്കാണ്. എന്തായാലും മര്യാദയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോരോ, കുറെ നാൾ കുടുംബസമേതം അഴിയെണ്ണാനുള്ള വഴുകുപ്പായിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ബാലന് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് രാമേട്ടൻ പറയും, മേഡം എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? ബാലനെ പോലെ ഇത്രയും നന്മയുള്ള ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ അപമാനിക്കാൻ പറ്റുമോ? ഗോമതിയെ പോലെ നല്ലൊരു അമ്മയും ഒരാൾക്കും കിട്ടില്ല. അത്രയും സ്നേഹത്തോടെയാണ് ആ പെൺകുട്ടി അവിടെ ജീവിച്ചത്. ദേവിയുടെ വീട്ടുകാർ കള്ളം പറഞ്ഞാണ് ഈ പാവങ്ങളെ പറ്റിച്ചത് പോലും എന്ന് രാമേട്ടൻ പറയാം. ഇവര് മാന്യരും മര്യാദക്കാരും ആയതുകൊണ്ടാ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പെൺകുട്ടിയെ തിരിച്ചങ്ങോട്ട് അയച്ചത് പോലും. അത് ഇവരുടെ മാന്യതയാ. ഈ ബാലന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ആ ഉദയഭാനു ചിലപ്പം ഇപ്പൊ ജീവനോടെ പോലും ഇരിക്കില്ലായിരുന്നു. നിർത്തടോ തന്റെ പ്രസംഗം എന്ന് അപ്പം കോൺസ്റ്റബിൾ പറയാ. കുഴപ്പക്കാരായ മുതലാളിയെ വെള്ളപൂശാൻ നോക്കുവാണല്ലേടോ താൻ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. താൻ എത്രയൊക്കെ വെള്ളപൂശിയാലും കുറെ കാലത്തേക്ക് മുതലാളി മോനും വെളിച്ചം കാണില്ല. മേഡം ഇതൊരു കള്ളപ്പരാതിയാ. പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടാ ഈ വിവാഹം അവർ നടത്തിയത് എന്ന് ആനന്ദ് പറയാണ്. മേഡത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോയേ പറ്റൂന്നാണെങ്കിൽ ഞാൻ വരാം. എൻ്റെ അച്ഛനെ വെറുതെ വിടണം. അച്ഛനെ സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അത് ശരി, തൻ്റെ അനുവാദം വാങ്ങിയിട്ടാണോ പോലീസുകാർ നിയമം നടത്തേണ്ടത്? രണ്ടുപേരും മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിക്കോ. CI ആൻമാത്യു മേഡം അവിടെ കാര്യങ്ങൾ ചോദിക്കും. അപ്പം പറഞ്ഞാൽ മതി തൻ്റെയൊക്കെ വിശദീകരണങ്ങളൊക്കെ. മേഡം, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ബാലൻ പറയാ. ഞങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കും ഞങ്ങളെക്കുറിച്ച് അറിയാം. എന്തായാലും പരാതി തന്ന സ്ഥിതിക്ക് സ്റ്റേഷനിൽ വന്നേ പറ്റൂ. ഞങ്ങളും ഞങ്ങളുടെ വാഹനത്തിൽ അങ്ങ് എത്തിക്കോളാം. എന്ത്, ഞങ്ങളുടെ വാഹനത്തിൽ എത്താന്നോ? ഓഹോ, പോലീസ് സ്റ്റേഷനിലേക്ക് ടൂറ് പോകുവാണോ? അതിന് അച്ഛനും മോനും കൂടി എന്ന് ചോദിക്കുക. അതിന് നിങ്ങളുടെ പെട്രോൾ തൽക്കാലം ചെലവാക്കണ്ട. സർക്കാർ വാഹനമുണ്ട്, അതിൽ കയറി മര്യാദയ്ക്ക് വന്നാൽ മതി. സ്ത്രീ പീഡനക്കാരെ എന്ത് ചെയ്യണമെന്ന് പോലീസിനറിയാം. പോലീസ് ജീപ്പിൽ ഇരുത്തിയാ കൊണ്ടുപോകുന്നത്. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താനൊക്കെ അറിയും. വന്ന് മര്യാദയ്ക്ക് വണ്ടിയിൽ കയറ്. മേഡം, ഇവരോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മഹാപാപമാണത്. മേഡത്തിന് ബാലനെ അറിയാത്തത് കൊണ്ടാ. ശരിയല്ലാത്തൊരു വാക്കുപോലും പറയാത്ത മനുഷ്യനാ എൻ്റെ ഈ നിൽക്കുന്ന ബാലൻ. മേഡം, ആനന്ദും അതുപോലെ തന്നെയാ. നിർത്തടോ തൻ്റെ കവലപ്രസംഗം എന്ന് അപ്പം ആ കോൺസ്റ്റബിൾ പറയാ. കുറെ നേരമായി വളാന്നും പറഞ്ഞ് തുടങ്ങിയിട്ട്. തനിക്ക് തൻ്റെ മുതലാളിയെ പറ്റി പറയണമെങ്കിൽ പറഞ്ഞോ. പക്ഷേ എൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലുണ്ടല്ലോ തന്നെ തൂക്കി അകത്തിടും. തൻ്റെ മുതലാളിക്കൊരു കൂട്ടാകട്ടെ. മര്യാദയ്ക്ക് വന്നോ താനും തൻ്റെ മോനും. മേഡം, ഞങ്ങൾ വരാം. മോനെ ബാ എന്ന് ആനന്ദിനെ വിളിക്കാൻ കേട്ടോ. അച്ഛാ എന്നും പറഞ്ഞ് തെറ്റ് ചെയ്യാത്ത നമ്മൾ ആരെ പേടിക്കാനാ എന്ന് ബാലൻ ചോദിക്കാം. നമുക്ക് പോലീസ് ജീപ്പിൽ തന്നെ പോകാം, വാ. വിലങ്ങ് വെക്കണമെങ്കിൽ അങ്ങനെയും ആകാം മേഡം, ഞങ്ങൾ വരാം എന്ന് ബാലൻ പറയാണ് കേട്ടോ. ഓ, വിലങ്ങ്, മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറടോ എന്ന് അപ്പം കോൺസ്റ്റബിൾ പറയാ. ഇതേ സമയം ഗോമതിയും ആകെ ഭയന്ന് വരച്ചിട്ട് പറയും, മേഡം, ഞങ്ങൾ എങ്ങോട്ടും വരില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കെട്ടിച്ചമച്ച കഥയാ, കള്ളക്കേസാ ഇത് എന്ന് പറയാ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇപ്പം മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് ഗോമതി പറയാം. ആദ്യം ദേവി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം എന്ന് ഗോമതി വാശിയോട് കൂടി പറയാ. അപ്പച്ചി, ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എൻ്റെ മുഖത്ത് നോക്കി അവൾ പറയട്ടെ, എന്നാലും ഞാൻ വരാം എന്ന് പറയാം. പരാതിക്കാരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യേണ്ട അത്യാവശ്യമൊന്നും പോലീസുകാർക്കില്ല എന്ന് പറയാം. അവൾക്കത് പറയാൻ സാധിക്കില്ല സാറേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം മോളെ പോലെയാ അവളെ ഞാനിവിടെ നോക്കിയത്. അതിനുള്ളതാ അവൾ എനിക്കിപ്പം നൽകിയത് എന്ന് ഗോമതി പറയാം. എനിക്ക് അന്നൊന്നും അവളുടെ കണ്ണ് നിറഞ്ഞപ്പോലും എനിക്ക് സഹിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പം ഞാൻ അവളെ പീഡിപ്പിച്ചു എന്നല്ലേ? നിങ്ങളുടെ ഭാഗം സ്റ്റേഷനിൽ വന്ന് നിങ്ങൾക്ക് പറയാം എന്ന് പറയാം. എൻ്റെ ഭാഗം പറയാൻ ഞാൻ എന്തിനാ മേഡം സ്റ്റേഷനിൽ വരുന്നത്? ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരെ? ചെയ്തിട്ടില്ലാത്ത തെറ്റിന് ഞാൻ എന്തിനാ നിങ്ങളുടെ മുന്നിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടത്? കുറ്റവാളിയാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പരാതി അന്വേഷിക്കും.
നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. ആരെങ്കിലും എനിക്കെതിരെ ഒരു പരാതി തന്നാൽ അപ്പം തന്നെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവാണോ വേണ്ടത്? ഇതാണോ മര്യാദ? നിയമം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്ന് ഗോമതിയോട് അപ്പം പറയാ. നീതി കാണിക്കാനല്ലേ, അല്ലാതെ കള്ളം പറയുന്നവന്റെ കൂടെ നിന്ന് മറ്റുള്ളവരെ അപമാനിക്കാനാണോ എന്ന് ചോദിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നപ്പ പറയാ. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് ഗോമതി വീണ്ടും പറയാ. ദേവി ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അവളെ അതുപോലെ നോക്കിയത്. അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് ഞങ്ങളെ കുടുക്കിയത്. അപ്പച്ചി എന്ന് പറഞ്ഞ് മിത്ര വിളിക്കുക. നീ മിണ്ടാതിരിക്കും മിത്രേ. നമ്മൾ അവളെ എങ്ങനെയാ നോക്കിയതെന്ന് നീ കണ്ടതല്ലേ? കണ്ടു. എല്ലാം ഞാൻ പറയാം. പിന്നെ നമ്മൾ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നത്? നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? അന്വേഷണം നടക്കേണ്ടതല്ലേ അപ്പച്ചി എന്ന് മിത്ര പറയാ. ഞാൻ പോവില്ല. ദേവി വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാതെ ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങില്ല. ഇവരെ എല്ലാവരും പിടിച്ച് വണ്ടിയിൽ കയറ്റ് എന്ന് അപ്പോൾ കോൺസ്റ്റബിൾസിനോട് പറയാം. അപ്പം അനു പേടിച്ച് നിൽക്കുക. പെട്ടെന്ന് മിത്രേനെയും അനുവിനെയും പൊതിഞ്ഞ് ഗോമതി പിടിക്കുകയാണ്. എൻ്റെ മക്കളുടെ ദേഹത്ത് ആരും കൈവെക്കരുത്, എന്നാൽ മര്യാദയ്ക്ക് കൂടെ വാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? തൊടരുതെന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഗോമതി വീണ്ടും നിൽക്കുക. അവസാനമായിട്ട് ചോദിക്കുക, മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറുന്നോ അതോ തൂക്കിയെടുത്തോണ്ട് പോണോ എന്ന് ചോദിക്കുക. അമ്മേ, എനിക്ക് പേടിയാവുന്നു എന്ന് അനു പറയാ. പേടിക്കണ്ട അനു, അപ്പച്ചി വാ. മിത്രേ, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കള്ളപ്പരാതിയാണെന്ന് തെളിയും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് പോകാം എന്ന് മിത്ര പറയാ. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എന്ന് പറയണം കേട്ടോ. പക്ഷെ ഗോമതി ഭയന്ന് വിറച്ച് തന്നെ നിൽക്കുക. വാ അപ്പച്ചി. മിണ്ടാതിരിക്കുക. നീ എന്താ ഈ പറയുന്നത്? സ്റ്റേഷനിലേക്ക് പോകാനോ? ഇല്ല അമ്മേ എന്ന് പറഞ്ഞ് അനു ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഗോമതി പറയും, ഞാൻ വരാം. പക്ഷേ ചെയ്തിട്ടില്ലാത്ത തെറ്റ് എൻ്റെ തലയിൽ കെട്ടിവെക്കാനെന്ന് ആരും വിചാരിക്കേണ്ട. അതൊക്കെ സ്റ്റേഷനിൽ നിങ്ങൾക്ക് പറയാം. അവിടെ ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദേവിയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ഗോമതി പറയാം. എൻ്റെ കുടുംബത്തിലെ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയാം. ഇവരെ പിടിച്ച് വണ്ടിയിൽ കയറ്റ് എന്ന് കോൺസ്റ്റബിൾസിനോട് പറയാണ് കേട്ടോ. പെട്ടെന്ന് ഫോണും എടുത്ത് തിരികെ കൊടുക്കുകയാണ് ആ പോലീസുകാരി. ഫോൺ നമ്മുടെ ഗോമതി അവിടെ വെക്കുക. എന്നിട്ട് അനുവിനെയും മിത്രയും കൂട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ പോവാണ്. പേടിച്ച് വരച്ച അനു പോകുന്നത്. മിത്ര പിന്നെ കുറച്ചും കൂടിയൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഇന്ദിരാമ അങ്ങോട്ട് വരിക. ഇതെന്താ മോളെ, ഇവരെന്തിനാ നിന്നെ പിടിച്ചോണ്ട് പോണേ? എൻ്റെ മോളെ എങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിക്കുക. അമ്മേ, ആ ദേവി ഞങ്ങളെ ചതിച്ചമ്മേ. ഞങ്ങൾ അവളെ ഉപദ്രവിച്ചു എന്ന് അവൾ പരാതി കൊടുത്തമ്മേ. ഇവർ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. ഈശ്വര എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇന്ദിരാമ്മ അടുത്തേക്ക് വരിക. സാറേ, ഇതൊന്നും സത്യമല്ല. ഗോമതി ദേവി ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ആരാ എന്നപ്പോൾ ചോദിക്കുക. ഞാൻ ഇവളുടെ അമ്മയാ എന്ന് അപ്പം ഇന്ദിരാമ്മ പറയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവിടെയാണോ താമസം? അല്ല, ദാ കാണുന്നതാ എൻ്റെ വീട്, കൃഷ്ണമംഗലം. ഇവർക്കെതിരെ പരാതിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സത്യമല്ലാത്ത കാര്യത്തിന് എന്ത് അന്വേഷണമാ? ദേവി ഇങ്ങനൊരു പരാതി കൊടുക്കുന്നു പോലും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അവൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളവാ എന്ന് ഇന്ദിരാമ്മ പറയാ. കള്ളവാണെന്ന് സത്യമാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് തീരുമാനിച്ചോളാം. അന്വേഷിച്ചോളൂ. ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. എൻ്റെ മോളും ഒരു മനുഷ്യനെ പോലും അറിയാതെ പോലും ഉപദ്രവിക്കില്ല എന്ന് ഇന്ദിരമ്മ പറയാ. ഈ വീട്ടിലെ മരുമക്കളെ അവള് മരുമക്കളായിട്ടല്ല കണ്ടിട്ടുള്ളത്, സ്വന്തം മക്കളെ പോലെയാ നോക്കിയത്. അതിനുള്ളത് അവക്കിപ്പോൾ കിട്ടിയത്. ഈ നിൽക്കുന്ന മിത്രയോട് ചോദിച്ചു നോക്ക്. ഇവളും ഈ വീട്ടിലെ മരുമോളല്ലേ? ഇവക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് ഇന്ദിരമ്മ പറയാ. പെട്ടെന്ന് മിത്ര പറയും, മാഡം, അപ്പച്ചൻ ഞങ്ങളോട് ഒരിക്കൽ പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എടോ, തൻ്റെ കാര്യമല്ലല്ലോ ഇപ്പം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് താൻ അധികം സംസാരിക്കേണ്ട. മിത്രയോടും മീനുവിനോടും അനുശ്രീയോടും എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയാ ഗോമതി ദേവിയോടും പെരുമാറിയിട്ടുള്ളത്. ഒരു വേർതിരിവും അവൾ കാണിച്ചിട്ടില്ല മേഡം എന്ന് പറയാ. ദേവിയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഗോമതി ദേവിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ ആരെ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മകളെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് ഒരിക്കലും പറയില്ല. അത് സ്വാഭാവിക. അതുകൊണ്ടല്ല സാറേ, സത്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യം അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വെറുതെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി പിടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് ഇന്ദിരാമ്മയോട് പറയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അങ്ങനെ ദേവമംഗലത്തുള്ളവർ മുഴുവനും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണ്, ഉദയഭാനു ശ്രീകലയും കൂടി. പക്ഷെ അങ്ങനെയൊന്നും തളർന്നു പോകുന്നവരല്ല നമ്മുടെ ദേവമംഗലത്തുകാരെന്ന് അവർക്ക് ബോധ്യപ്പെടും. അവർ മകളുടെ നന്മയെ കരുതി ചെയ്തത് വലിയൊരു തെറ്റായി മാറുകയും ചെയ്യും. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ